ഈ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷന്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. എങ്ങനെയാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഈ വരുമാനത്തിന്റെ ഒരു കുറേ വീഡിയോസ് പോസ്റ്റും ഇട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചത് ഒരു മെയിൻ കാര്യമാണ്. അതായത് ബിഗിനേഴ്സ്, ഞങ്ങൾ തുടക്കക്കാരാണ്, ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. തുടക്കക്കാരാണെങ്കിൽ ഞങ്ങൾ എന്താണ് ഇതിന്റെ ഫസ്റ്റ് ഓപ്ഷൻസ് ചെയ്യേണ്ടത്, ഏതാണ് ഇതിന്റെ സെറ്റിംഗ്സ് മാറ്റേണ്ടത്. എല്ലാവരും പറയുന്നുണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് അത് ഈ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷന്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി പോസ്റ്റ് വഴി ഒരുപാട് സെറ്റിംഗ്സിന്റെ കാര്യങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ആ സാധനം സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് കയറി നോക്കിയോ. ഒരുപാട് പേരുടെ സംശയങ്ങളും എനിക്ക് വരുന്ന മെസ്സേജിന്റെ എണ്ണവും വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ഇത് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷന്റെ സെറ്റിംഗ്സ് എനിക്കറിയാവുന്ന സെറ്റിംഗ്സ് എന്തായാലും എനിക്ക് മാക്സിമം ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് ഓരോ സെറ്റിംഗ്സിന്റെ വീഡിയോ ഞാൻ ഇട്ട് തീർത്തിട്ട് ബാക്കി വീഡിയോ ഇടുന്നുള്ളൂ എന്നുള്ള നിലയിലായിരുന്നു ഞാൻ നിന്നത്. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന്, നമ്മൾ ഫേസ്ബുക്ക് പേജായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഫേസ്ബുക്ക് പ്രൊഫൈലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഒരുവിധം 80s 90s എല്ലാവരും നമ്മൾ പ്രൊഫൈലായിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഒരുവിധം നമ്മൾ എല്ലാവരും പേജിലോട്ട് തന്നെ മാറിയിട്ടുണ്ട്. പേജായിട്ട് തുടങ്ങിയവരും ഉണ്ട്. നമ്മുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം നമ്പർ ഓഫ് കൗണ്ട്, അതായത് മാക്സിമം നമുക്ക് ഫ്രണ്ട്സ് ആക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് 5000 പേരെയാണ്. എന്നാൽ അതൊരു പേജ് ആകുമ്പോൾ അത് ഫോളോയിലോട്ട് മാറും. അവിടെ എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. അത് 5000 കണക്കില്ല, 10000 കണക്കില്ല, 5 ലക്ഷം കണക്കില്ല. എത്ര വേണമെങ്കിലും ആൾക്കാർക്ക് ആ ഒരു പേജിനെ ഫോളോ ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ഇതൊരു പ്രൊഫൈലായിരുന്നു. ഇവിടെ ഞാൻ ഫ്രണ്ട്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 5000 പേരെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴും. ഇന്ന് ഇതിപ്പോൾ പേജിലോട്ട് മാറിയതുകൊണ്ട് തന്നെ ഇവിടെ 5000 എന്നൊരു കണക്കില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫോളോ ചെയ്യാം, നമുക്ക് എത്ര വേണമെങ്കിലും ഫോളോവേഴ്സിനെ ആക്കാം എന്നുള്ള നിലയിലാണ്. എൻ്റെ ഒരു പ്രൊഫൈലാണ് ബാക്കിയുള്ളവർക്ക് കാണുന്നെങ്കിൽ അവിടെ അവർ ആഡ് ഫ്രണ്ട് കൊടുത്താലും എനിക്കിവിടെ 5000 കഴിഞ്ഞതുകൊണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ എപ്പോൾ ആഡ് ഫ്രണ്ട് കൊടുക്കുന്നു ആ സ്പോട്ടിൽ ആ ഒരു സെയിം മൊമെന്റിൽ തന്നെ അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു ഫോളോവറായിട്ട് വരുവാണ് ചെയ്യുന്നത്. അതിന് പുറമെ ആൾക്കാർക്ക്, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിന് മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ ആഡ് ഫ്രണ്ടിന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലാത്തവർക്ക് ഫോളോ എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇവർക്ക് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് പ്രൊഫൈലും പേജും തമ്മിലുള്ള മാറ്റം. ഇനി നിങ്ങളിത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, അതായത് ഫേസ്ബുക്കിൽ നിന്നുള്ള പൈസ നിങ്ങൾക്ക് വരണം, നിങ്ങൾ ഇടുന്ന ഫോട്ടോസിനും വീഡിയോസിനൊക്കെ ഓരോ പൈസ വരണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റണമെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലേ. അതെങ്ങനെ മാറ്റുന്നതിനുള്ള സെറ്റിംഗ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നേരെ നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ഫ്രണ്ട് എന്ന് പറയുന്നതിന്റെ സൈഡിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിനുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോളോ സെറ്റിംഗ്സ്, പ്രൊഫൈൽ സ്റ്റാറ്റസ് എന്നെല്ലാം പറഞ്ഞ് ഏറ്റവും താഴെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടേൺ ഓൺ എന്നുണ്ടാവും. ഇത്തരം ഓപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പേജിലോട്ട് മാറി. അതായത് ഇനി നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന്, വീഡിയോസും ഫോട്ടോസും ഇടുന്നതിന് പൈസ കിട്ടും. പക്ഷേ അതിനും കുറേ നിബന്ധനകളുണ്ട്. അതിനു മുമ്പ് കുറച്ച് പേര് പറഞ്ഞതാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല. സെറ്റിംഗ്സിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല. പറഞ്ഞുതരാം. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഫോളോ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഓപ്ഷൻസും പബ്ലിക് ആക്കുക. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. പ്രൈവറ്റ് ആയിട്ടും ഫ്രണ്ട്സ് ആയിരിക്കും, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കും, പബ്ലിക്കും ആയിരിക്കും. അതിൽ പബ്ലിക് ആക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ആണെങ്കിൽ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കാണത്തില്ല. ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നൊരു ഓപ്ഷൻ കാണത്തില്ല. പ്രൊഫൈൽ ലോക്ക് ആണോ ഫസ്റ്റ് അൺലോക്ക് ചെയ്യുക. പ്രൊഫൈൽ പ്രൈവറ്റ് ആണോ പബ്ലിക് ആക്കുക. ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ലോക്ക് ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൊഫൈലിൽ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ഓപ്ഷൻ വരത്തില്ല. അത് നിങ്ങൾ സെറ്റിംഗ്സ് മാറ്റിയാലും വരത്തില്ല. ആദ്യം അൺലോക്ക് ആക്കുക, പബ്ലിക് ആക്കുക പ്രൊഫൈൽ. ശേഷം ഫോളോ സെറ്റിംഗ്സ് എടുക്കുക, എല്ലാ ഓപ്ഷൻസും പബ്ലിക് ആക്കുക. ആ സമയത്ത് ഏറ്റവും താഴെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക, ടേൺ ഓൺ കൊടുക്കുക. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ, ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡിലോട്ട് പ്രൊഫഷണൽ പേജിലോട്ട് മാറി നിങ്ങൾക്ക് ഇടുന്നതിന് വരുമാനം നേടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഫസ്റ്റ് നിബന്ധന നിങ്ങൾ ഓക്കെ ആക്കി എന്നുള്ളതാണ് അതിനർത്ഥം. ഇതിൻ്റെ അകത്ത് ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് എന്തായാലും തുടക്കക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്താണ് ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ ഒരു പ്രൊഫൈലാണ്, എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത് മുഴുവനായിട്ടൊന്നും പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. ഇനി നിങ്ങൾ ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിന്റെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം എന്നൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്, എന്താണ് 1 by 1 ആയിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസിൽ പറഞ്ഞുതരാം.